250 രൂപയ്ക്ക് ബാങ്കോക്ക് ചുറ്റി കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അങ്ങനെ ഒരു യാത്രയ്ക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. രാവിലെ തന്നെ റെഡി ആയിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള 7-Eleven കയറി ഇന്നലെ എയർപോർട്ടിൽ നിന്ന് കഴിച്ച അതേ ബൺ കണ്ടുപിടിച്ച് വാങ്ങിച്ച് അതും കഴിച്ച് ഫ്രാ ആർട്രിറ്റ് പയർ ലക്ഷ്യമാക്കി നടന്നു. ഹോട്ടലിൽ നിന്ന് ഏകദേശം 550 മീറ്റർ ദൂരം ഉണ്ടായിരുന്നു. നേരത്തെ ഈ പറഞ്ഞ 250 രൂപയുടെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ബോട്ടിലേക്ക് കയറാനുള്ള ബോർഡിംഗ് പാസും ഒക്കെ വാങ്ങിച്ച് നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തു. ബാങ്കോക്ക് നഗരത്തിലെ ചാവോ ഫ്രായ നദിയിൽ കൂടി ടൂറിസ്റ്റുകൾക്കായി ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബോട്ട് സർവീസ് നടക്കുന്നുണ്ട്. ബാങ്കോക്കിലെ ഒട്ടുമിക്ക പ്രധാന സ്ഥലങ്ങളും ബന്ധിപ്പിച്ചാണ് ഈ ഒരു ബോട്ട് സർവീസ് വരുന്നത്. നമ്മൾ ഈ ബോട്ടിലെ അൺലിമിറ്റഡ് എൻട്രി ടിക്കറ്റ് ആണ് എടുത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് എവിടുന്ന് വേണമെങ്കിലും എത്ര വട്ടം വേണമെങ്കിലും ഈ ബോട്ടിൽ കയറി ഇറങ്ങുകയും ചെയ്യാം. ക്ലൂക്ക് എന്നൊരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഇതിന്റെ ടിക്കറ്റ് എടുത്തത്. നമ്മൾ ബോട്ടിൽ കയറി ആദ്യം പോയത് ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധയും ഗ്രാൻഡ് പാലസും കാണാനാണ്. 500 ബാത്ത് ആയിരുന്നു എൻട്രി ഫീസ് വന്നിട്ടുണ്ടായിരുന്നത്. ഒട്ടേറെ രാജകീയ കൊട്ടാര സമുച്ചയങ്ങൾ നിറഞ്ഞ സ്ഥലമായിരുന്നു ഗ്രാൻഡ് പാലസ്. ഇതിൽ തന്നെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പൊതുജനത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കൊട്ടാര സമുച്ചയത്തിനുള്ള പ്രധാന ആകർഷണമാണ് ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ. ബുദ്ധ പ്രതിമയെ അണിയിച്ചിരിക്കുന്ന സ്വർണ്ണ വസ്ത്രം സീസണുകൾക്കനുസരിച്ച് വർഷത്തിൽ 3 തവണ രാജാവ് വന്ന് മാറ്റി അണിയിക്കാറുണ്ട്. വെയിലത്ത് ചുറ്റി നടന്ന് നല്ലതുപോലെ ക്ഷീണിച്ചുകൊണ്ട് പാലസിന്റെ അകത്ത് തന്നെ കണ്ട ഒരു ജ്യൂസ് സ്റ്റാളിൽ കയറി ഒരു ജ്യൂസും ഒക്കെ കുടിച്ച് നമ്മൾ പിന്നെയും കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം കൂടെ നടന്നു. കുറച്ച് വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് പോയി. അടുത്ത ഡെസ്റ്റിനേഷൻ വാട്ട് അരുൺ എന്ന് പറയുന്ന മറ്റൊരു ക്ഷേത്രമായിരുന്നു. ഇത് ചാവോ ഫ്രായ നദിയുടെ മറുകരയിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. ബോട്ട് ഇറങ്ങി 200 ബാത്ത് എൻട്രി ടിക്കറ്റും എടുത്ത് അകത്തേക്ക് കയറാൻ നിന്നപ്പോഴത്തേക്കും ഒരു തായ് ചേച്ചി ഒരു കുപ്പി വെള്ളവും കൂടി തന്നു. ടിക്കറ്റിൽ ഉൾപ്പെട്ടതാണോ എന്നറിയത്തില്ല, പക്ഷേ മനസ്സിനെ ശരീരത്തിന് ഒരുപോലെ തണുപ്പിച്ച നിമിഷമായിരുന്നത്. ഒരുപാട് ചരിത്ര പ്രധാനമായ സവിശേഷതകളുള്ള വാട്ട് അരുൺ തായ്ലൻഡിന് തന്നെ പ്രധാന ലാൻഡ്മാർക്കുകളിലൊന്നാണ്. കുറച്ചു നേരം ക്ഷേത്രത്തിന്റെ വ്യത്യസ്തമായ ആർക്കിടെക്ചർ ആസ്വദിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും നടന്നു. ക്ഷേത്രത്തിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ സ്തൂപം അഥവാ സെൻട്രൽ പ്രാങ്, മൗണ്ട് മേരുവും ചുറ്റുമുള്ള 4 സ്തൂപങ്ങൾ 4 ഭൂഖണ്ഡങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു. എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലെയും പോലെ ഇവിടെയും സുവനീറുകളും മറ്റും വിൽക്കുന്ന കടകൾ ഉണ്ടായിരുന്നു. 1-2 വളയോ മാലയോ ഒക്കെ എടുത്ത് ഭാര്യ വില പറയുന്നുണ്ടായിരുന്നു. അവസാനം ഒരു ബ്രേസ്ലെറ്റും വാങ്ങി ബോട്ടിലേക്ക്. ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു തായ്ലൻഡ് യാത്ര ഈസിയായി പ്ലാൻ ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.